പ്രതിദിനം ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ നമ്മുടെ മുകളിലൂടെ ഭ്രമണം ചെയ്യുന്നുണ്ട്. നമ്മുടെ ആശയവിനിമയവും നാവിഗേഷനും നമ്മുടെ ഭാവിയും നിശബ്ദമായി നിയന്ത്രിച്ചുകൊണ്ട് മനുഷ്യരെന്ന ചൊവ്വയിലെത്താനും ആസ്ട്രോയിഡുകളിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിക്കാനും ബഹിരാകാശത്തിന്റെ അജ്ഞാത ആഴങ്ങൾ അന്വേഷിക്കാനും കഴിയുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സയൻസ് ഫിക്ഷൻ യാഥാർത്ഥ്യമായി മാറുന്ന ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. This is Bit by Bit Numera, explore topics with Malavika and welcoming you all back again. ഏതൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിൻ്റെ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഈ സ്പേസ് ടെക്നോളജിയുടെ ഇന്നത്തെ ഈ വീഡിയോയിലും ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫണ്ടമെന്റൽസ് പറഞ്ഞുകൊണ്ട് സ്പേസ് ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കാനാണ്. സോ ആദ്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് സ്പേസ് ടെക്നോളജിയെ കുറിച്ചാണ്. സോ കമ്മിങ് ഹിയർ നമ്മൾ ഫണ്ടമെന്റൽസിനെ കുറിച്ച് സംസാരിക്കുമ്പം ആദ്യം പറയേണ്ട ഒരു ടോപ്പിക്കാണ് വാട്ട് ഈസ് എൻ ഓർബിറ്റ് എന്നുള്ളത്. മലയാളത്തിൽ നമ്മൾ ഭ്രമണപഥം എന്നൊക്കെ പറയും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭ്രമണപഥത്തിലാണെന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്നുള്ളത് നോക്കാം. ഒരു ഓർബിറ്റ് എന്ന് പറയുന്നത് ഒരു കേർവ്ഡ് ആയിട്ടുള്ള സ്പേസിൽ കാണുന്ന ഒരു പാത്താണ്. ഈ പാത്ത് അനുസരിച്ചായിരിക്കും ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിന് ചുറ്റും കറങ്ങുന്നത്. ഇപ്പൊ സൂര്യനെയും എർത്തിനെ സംബന്ധിച്ചിടത്തോളം സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിലാണ് എർത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എർത്തിന് ചുറ്റും ഒരു ഓർബിറ്റിലാണ് നമ്മുടെ മൂണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ എർത്തിന് ചുറ്റും ഒരു ഓർബിറ്റിലാണ് സാറ്റലൈറ്റ്സ്, അതായത് ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഓർബിറ്റൽ പീരീഡ് എന്നാണ്. ഓർബിറ്റൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു ഓർബിറ്റ് വഴിയാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ തിരിച്ച് അതേ പോയിന്റിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി എടുക്കുന്ന ഒരു സമയം, അതിനെയാണ് നമ്മൾ ഓർബിറ്റൽ പീരീഡ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ്സ് എൻ എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് ആൻ ആസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റ് ടേക്സ് ടു കംപ്ലീറ്റ് വൺ ഓർബിറ്റ് അറൌണ്ട് അനദർ ഒബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്താണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു സാറ്റലൈറ്റ് എപ്പോഴും ഞാൻ പറഞ്ഞു ഒരു ഭ്രമണപഥത്തിലായിരിക്കും ഉണ്ടാവുക. ഭ്രമണപഥത്തിൽ തന്നെ എപ്പോഴും അതിങ്ങനെ നിൽക്കാൻ വേണ്ടി എടുക്കുന്ന മിനിമം വെലോസിറ്റിനെയാണ് നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതേസമയം എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്തിനൊരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ പുള്ള് കാരണം എല്ലാ ഒബ്ജക്ട്സിനെയും എർത്തിലേക്ക് വലിക്കും. പക്ഷെ ഒരു സാറ്റലൈറ്റിന് എർത്തിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകണമെങ്കിൽ ഒരു മിനിമം വെലോസിറ്റി ആവശ്യമാണല്ലോ. ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ നിന്നും രക്ഷപ്പെടാൻ എടുക്കുന്ന ഒരു മിനിമം വെലോസിറ്റിനെയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി രണ്ട് തരത്തിലാണ് നമുക്ക് ഓർബിറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്നിനെ നമ്മൾ ഹീലിയോസെൻട്രിക് ഓർബിറ്റ് എന്നും പറയും, രണ്ടാമത്തത് നമ്മൾ ജിയോസെൻട്രിക് ഓർബിറ്റ് എന്നും പറയും. ഹീലിയോസെൻട്രിക് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പൊ നമ്മള് സണ്ണിന് ചുറ്റും എർത്ത്, അതേപോലെ തന്നെ മാർസ്, വീനസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, നെപ്റ്റ്യൂൺ ഇങ്ങനത്തെ എല്ലാ പ്ലാനറ്റ്സും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒരു ഓർബിറ്റില്. അപ്പൊ ഈ നടുവിലിരിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് സണ്ണാണ്. അപ്പൊ അതുകൊണ്ടാണ് നടുവിൽ ആരാണോ അയാളെ വെച്ചിട്ടാണ് നമ്മൾ സെൻട്രിക് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ സൺ ആണെങ്കിൽ അതിന് ഹീലിയോ സെൻട്രിക് എന്നും, നമ്മൾ എർത്തിനെ സ്പെസിഫൈ ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്ന ഓർബിറ്റ്സിനെങ്കിൽ അതിനെ നമ്മൾ ജിയോ സെൻട്രിക് എന്നും വിളിക്കും. ഹൈറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഓർബിറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ അതിനെ മൂന്ന് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഓർബിറ്റ്സ് എർത്തിൽ നിന്നുള്ള ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്നിന് നമ്മൾ ലോ എർത്ത് ഓർബിറ്റ് എന്ന് വിളിക്കും, രണ്ടാമത്തേത് നമ്മൾ മീഡിയം എർത്ത് ഓർബിറ്റ് എന്ന് വിളിക്കും, മൂന്നാമത്തേതിന് നമ്മൾ ഹൈ എർത്ത് ഓർബിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് മൂന്നും എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. സോ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലോ എർത്ത് ഓർബിറ്റ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 200 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്ററിന് ഇടയിലിരിക്കുന്ന സ്ഥലമാണ് ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓർബിറ്റൽ പീരീഡ് കുറവായിരിക്കും. കാരണം ഈ നിങ്ങൾ പിക്ചറിൽ നോക്കിയാൽ തന്നെ കാണാം, എർത്തിന്റെ അടുത്താണ് ഈ പറഞ്ഞിരിക്കുന്ന സ്പേസ്. കമ്പയർ ടു മീഡിയം എർത്തും ഹൈ എർത്തും വെച്ച് നോക്കുമ്പോൾ എർത്തിന്റെ അടുത്താണ് ഈ ലോ എർത്ത് ഓർബിറ്റ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോ എർത്ത് ഓർബിറ്റിൽ നമ്മളൊരു സാറ്റലൈറ്റ് വെക്കുകയാണെങ്കിൽ ആ സാറ്റലൈറ്റ് എർത്തിനെ ചുറ്റി കറങ്ങി ഒരു പ്രാവശ്യം വരാൻ എടുക്കുന്ന സമയം വളരെ കുറവായിരിക്കും. സോ അതായത് നമ്മൾക്ക് 24 മണിക്കൂർ സ്കെയിൽ പറയുകയാണെങ്കിൽ 24 മണിക്കൂറിനെക്കാട്ടും കുറവായിരിക്കും ഒരു സാറ്റലൈറ്റ് ഒരു പ്രാവശ്യം എർത്തിനെ കറങ്ങി വരാൻ എടുക്കുന്ന സമയം ലോ എർത്ത് ഓർബിറ്റിൽ വെച്ച് കഴിഞ്ഞാൽ. സാധാരണഗതിയിൽ നമ്മളൊരു സാറ്റലൈറ്റ് ലോ എർത്ത് ഓർബിറ്റിൽ വെക്കുകയാണെങ്കിൽ അതിന് 24 മണിക്കൂറിനുള്ളിൽ മൾട്ടിപ്പിൾ പ്രാവശ്യം
എർത്തിന് ചുറ്റി വരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒരു റെവല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധാഗതിയിൽ ഒരു സാറ്റലൈറ്റ് ലോ എർത്ത് ഓർബിറ്റിൽ വെക്കുകയാണെങ്കിൽ 90 minutes to 120 minutes പറ്റുന്നതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ ലോ എർത്ത് ഓർബിറ്റിൽ ഒരു സാറ്റലൈറ്റ് വെക്കുന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലോ എർത്ത് ഓർബിറ്റിന്റെ കവറേജ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. കാരണം എർത്തിന്റെ അടുത്താണ്. ഇപ്പം നമ്മളൊരു ഇമേജ് എടുത്ത ഒരു ചെറിയ പോർഷന്റെ ഇമേജ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ കവറേജ് കുറവാണ്. അപ്പം നമുക്ക് ഒരേ സമയത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുടെ ഡേറ്റ എടുക്കണം, സൈമിൾട്ടേനിയസ്ലി എടുക്കണമെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സാറ്റലൈറ്റ്സ് വെച്ചുകൊണ്ടിരിക്കണം ലോ എർത്ത് ഓർബിറ്റിൽ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാറ്റലൈറ്റ് മിഷൻ ഉണ്ട്. ആ സാറ്റലൈറ്റ് മിഷനിൽ ഇഷ്ടംപോലെ സാറ്റലൈറ്റ്സ് ഈ ലോ എർത്ത് ഓർബിറ്റിൽ വെച്ചിട്ട് സൈമിൾട്ടേനിയസ്ലി ഡേറ്റ എടുക്കാം എന്നാണ് മൂപ്പര് ഈ ഒരു പ്രൊജക്റ്റ് വഴി ചെയ്യുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ലോ എർത്ത് ഓർബിറ്റിലെ സാറ്റലൈറ്റ്സ്. ഇനി ഞാൻ ലോ എർത്ത് ഓർബിറ്റിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് ഹബിൾ ടെലിസ്കോപ്പ്. ഈ ഹബിൾ ടെലിസ്കോപ്പ് എന്ന് പറയുന്ന സ്പേസ് ടെലിസ്കോപ്പ് വെച്ചിരിക്കുന്നത് ലോ എർത്ത് ഓർബിറ്റിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അത് വെച്ചിരിക്കുന്നതും ലോ എർത്ത് ഓർബിറ്റിലാണ്. ഇനി ഞാൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ കുറിച്ച്. ഇതാണ് നമ്മുടെ മാൻമെയ്ഡ് ആയിട്ട് ലോ എർത്ത് ഓർബിറ്റിൽ വെച്ചിരിക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നാസയുടെ മാത്രമല്ല, അതിൽ ഒരുപാട് സ്പേസ് ഓർഗനൈസേഷൻസ് കൂടി ചേർന്നിട്ടാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇരിക്കുന്നത്. ഇതിലുള്ള സ്പേസ് സ്റ്റേഷൻസിന്റെ കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാസ ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുണ്ട്. അതുപോലെ തന്നെ റഷ്യയുടെ റോസ്കോമോസും ജപ്പാന്റെ ജാക്സ, അതുപോലെ തന്നെ ESA അതായത് യൂറോപ്പിന്റെ ESA ആൻഡ് കാനഡയുടെ CSA മുതലായുള്ള കനേഡിയൻ സ്പേസ് ഏജൻസി ഒക്കെ ഈ മൾട്ടിനാഷണൽ പ്രോജക്റ്റിന്റെ പാർട്ടാണെന്നുള്ള മനസ്സിലാക്കുക. ഇനി വൺ മോർ തിങ് ഇസ് ദേ, നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ മാത്രമാണോ ലോ എർത്ത് ഓർബിറ്റിലുള്ളത് ഒരു സ്പേസ് സ്റ്റേഷൻ ആയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചൈനയുടെ തിയഗോഗ് എന്ന് പറയുന്ന ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. അതും ലോ എർത്ത് ഓർബിറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ചൈനീസ് സ്പേസ് സ്റ്റേഷൻ എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഇപ്പോൾ അടുത്ത് കേട്ടിരിക്കുന്ന ഒരു മിഷൻ ആയിരിക്കും ആക്സിയോം 4 മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിഷൻ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ശുഭാൻഷു ശുക്ലയൊക്കെ പോയിട്ടുള്ള ഇത് ബേസിക്കലി സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അവിടെ സ്പേസ് ഡോക്കിംഗ് അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഒരു സ്പേസ് ഡോക്കിംഗ് ആണ് നടന്നത്. എന്താ സ്പേസ് ഡോക്കിംഗ് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഇനി പറയുന്നതായിരിക്കും എന്താണ് സ്പേസ് ഡോക്കിംഗ് എന്നുള്ളത്. ബട്ട് സ്റ്റിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് സ്പേസ് ഡോക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്സിയോം 4 മിഷൻ നടന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. സാധാരണഗതിയിൽ ലോ എർത്ത് ഓർബിറ്റിൽ വെക്കുന്ന ഉപകാരപ്പെടുന്ന സാറ്റലൈറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ്. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഒരു സ്ഥലത്തില്ലാതെ നമുക്ക് ആ സ്ഥലത്തിന്റെ പ്രോപ്പർട്ടീസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ആണ് ഇന്ത്യൻ IRS എന്ന് പറഞ്ഞ പേരിൽ IRS ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാറ്റലൈറ്റ്സ്. അപ്പോൾ നമ്മൾ IRS-1A എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ സാറ്റലൈറ്റ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്പേസ് ഡോക്കിങ്ങിന്റെ കാര്യം. ആ സ്പേസ് ഡോക്കിങ്ങിന് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്പേസ് ഡോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റിന്റെ ഒരു മൊഡ്യൂളിനെ വേറൊരു ഇന്റർനാഷണൽ എക്സാമ്പിളായിട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു മൊഡ്യൂളിലുള്ള ആൾക്കാരെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിലേക്ക് കൊണ്ടുപോകും ചെയ്യുന്ന ഒരു സാധനമാണ് സ്പാൻഡെക്സ് അല്ലെങ്കിൽ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഇന്റർസ്റ്റെല്ലാർ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഒരു എയർക്രാഫ്റ്റ് വേറെ എയർക്രാഫ്റ്റുമായിട്ട് ഡോക്ക് ചെയ്യുന്ന സീനൊക്കെ. സോ അതാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചറിൽ ഞാൻ സ്പേസ് ഡോക്കിംഗ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ ലുക്ക് അറ്റ് ദാറ്റ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗഗൻയാൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ്. സോ ഗഗൻയാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമാണ് ISROയുടെ. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന 4th നേഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോജക്റ്റിന്റെ പേരാണ് ഗഗൻയാൻ പ്രോജക്റ്റ്. ഡെഫിനറ്റ്ലി ഇത് മറക്കാൻ പാടില്ല. സോ ദിസ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ. ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലോ എർത്ത് ഓർബിറ്റിനെ കുറിച്ചാണ്. ഇനി നമുക്ക് ദൂരെ ഉള്ള ഹൈ എർത്ത് ഓർബിറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് മീഡിയമിലേക്ക് വരാം. സോ വെൻ വി ടോക്ക് അബൌട്ട് ഹൈ എർത്ത് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം കുറെ എർത്തിൽ നിന്ന് ഒരുപാട് ദൂരെയായിരിക്കും. സോ ഇവിടെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് 35,790 കിലോമീറ്റർ ദൂരെ ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സാറ്റലൈറ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഹൈ എർത്ത് ഓർബിറ്റിലാണ് ഈ സാറ്റലൈറ്റ് ഉള്ളതെന്ന് പറയാം. 35,790 കിലോമീറ്റർ അതിന് മുകളിലാണെങ്കിൽ എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഓർബിറ്റൽ പീരീഡ് എന്ന് പറയുന്നത് എർത്തിൽ നിന്നും ദൂരെ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഓർബിറ്റൽ പീരീഡ് എന്ന് പറയുന്നത് 24 മണിക്കൂറിനെക്കാട്ടും കൂടുതലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഹൈ എർത്ത് ഓർബിറ്റിൽ നമുക്ക് 2 രീതിയിൽ
നമ്മുടെ സാറ്റലൈറ്റ്സിനെ വെക്കാം. ഒന്നിനെ നമുക്ക് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറയും, രണ്ടാമത്തേത് നമ്മൾ ജിയോ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറയും. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എർത്തിൽ നിന്നും ആ ഒരു സാറ്റലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ സാറ്റലൈറ്റ് മൂവ് ചെയ്യാത്തത് പോലെ തോന്നും, അതായത് സ്റ്റേഷനറി ആയി നിൽക്കുന്നത് പോലെ തോന്നും. ബട്ട് ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എർത്ത് കറങ്ങുന്ന അതേ സ്പീഡിലാണ് ഈ സാറ്റലൈറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് കെപ്റ്റ് നിയറർ ടു ദ ഇക്വേറ്ററിന് അടുത്താണ് നമ്മൾ അത് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭൂമിയെ നോക്കുമ്പം നമ്മുടെ അതേ ഒരു ടൈമിൽ ഇത് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് സ്റ്റേഷനറി ആയിട്ട് തോന്നുന്നതാണ്. സോ ദിസ് ഇസ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. അതേസമയം ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഹൈ എർത്ത് ഓർബിറ്റിൽ വെച്ചിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. പക്ഷേ എർത്തിനെ സിൻക്രണസ് ആയിട്ട്, അതായത് എർത്തിന്റെ അതേ ടൈം ഗ്യാപ്പ് തന്നെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇക്വേറ്ററിലായിരിക്കില്ല വെക്കുന്നുണ്ടാവുക. അത് നമുക്ക് ഏത് ദിശയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അതിന്റെ ഓർബിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി 2 തരം സാറ്റലൈറ്റ്സ് ഉണ്ട്. അതിനാണ് പോളാർ സാറ്റലൈറ്റ് ഓർബിറ്റും അതുപോലെ തന്നെ സൺ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ട് 2 തരം ഓർബിറ്റ്സ് ഉണ്ട്. അപ്പോൾ പോളാർ ഓർബിറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ, പോളാർ ഓർബിറ്റ് എന്ന് പറയുന്നത് എർത്തിന്റെ പോൾ വഴിയാണ് മൂവ് ചെയ്യുന്നത്. പോൾ ടു പോൾ മൂവ്മെന്റ് ആയിരിക്കും പോളാർ സാറ്റലൈറ്റ്സിന് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ എൻറ്റയർ പ്ലാനറ്റിന് നമുക്ക് ഈച്ച് ഓർബിറ്റ് റൊട്ടേഷനിലും കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സൺ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിന്റെ കോൺസ്റ്റന്റ് ഇലുമിനേഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇതിനെയാണ് നമ്മൾ സൺ സിൻക്രണസ് ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇന്ത്യയുടെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സിനെ കുറിച്ച് പറയാം. ഇതൊക്കെ ഹൈ എർത്ത് ഓർബിറ്റിൽ വെച്ചിരിക്കുന്ന സാറ്റലൈറ്റ്സ് ആണ്, ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് പരിചയപ്പെടാം. ഒന്നാമത്തതാണ് ഇൻസാറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1983 ആൻഡ് ഇത് ഇൻസാറ്റ് 1B ആണ് ആദ്യമായി കമ്മീഷൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിലൊരു സീരീസ് ഓഫ് മൾട്ടിപ്പിൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഉണ്ട് ഈ ഒരു ഇൻസാറ്റ് സീരീസിൽ. ഇനി രണ്ടാമത്തതാണ് ജിസാറ്റ്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആണ്. ഇത് ന്യൂ ജനറേഷൻ ഇൻസാറ്റ് സാറ്റലൈറ്റ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് വേറെ ഒന്നുള്ള ഒരു സാറ്റലൈറ്റ് ആണ് നാവിഗേഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ നാവിഗ് എന്ന് പറയും. ഇതൊരു ഇന്ത്യയുടെ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതായത് ISRO ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാറി ഒരു 1500 കിലോമീറ്റർ വരെ ബിയോണ്ട് ബോർഡേഴ്സ് ഡേറ്റ നാവിഗേഷൻ സർവീസസ് നടത്തുന്നുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന IRNSS നാവിഗ് യൂസ് ചെയ്തിട്ട്. ഈ പറഞ്ഞിരിക്കുന്ന IRNSS നാവിഗിന് 2 തരം സർവീസസ് ആണുള്ളത്. ഒന്നിന് നമ്മൾ സ്റ്റാൻഡേർഡ് സർവീസ് എന്ന് വിളിക്കും, രണ്ടാമത്തേത് നമ്മൾ റെസ്ട്രിക്റ്റഡ് സർവീസ് എന്ന് വിളിക്കും. സ്റ്റാൻഡേർഡ് സർവീസ് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സർവീസസ് ആണ്. അതേസമയം റെസ്ട്രിക്റ്റഡ് സർവീസസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി മിലിറ്ററി പർപ്പസസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ റെസ്ട്രിക്റ്റഡ് സർവീസ് എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ടു ജിയോ ഇമേജിംഗ് സാറ്റലൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദിസ് ഇസ് ഓൾസോ കെപ്റ്റ് ഇൻ ദ ഹൈ എർത്ത് ഓർബിറ്റിലാണ് ഇതും വെച്ചിരിക്കുന്നത്. സോ ജിയോ ഇമേജിംഗ് സാറ്റലൈറ്റിന് ഒരു എക്സാമ്പിൾ ആണ് GISAT, GISAT-1 എന്ന് പറഞ്ഞിട്ടുള്ളത്. എർത്തിന്റെ ഇമേജസ് എടുക്കാൻ വേണ്ടിയിട്ട് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ വെച്ചേക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ് GSAT-1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻസാറ്റ് 3DS എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3DS എന്ന് പറഞ്ഞിട്ട് ഒരു സാറ്റലൈറ്റ് സിസ്റ്റം കൂടെ നമുക്കുണ്ട്. ഇത് ISROയും ഇന്ത്യൻ മെട്രോളജിക്കൽ ഓർഗനൈസേഷനും കൂടെ നിർമ്മിച്ചതാണ്. ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എർത്തിന്റെ സർഫസും അതിന്റെ ഓഷ്യൻ എൻവയറമെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സാറ്റലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇപ്പം സംസാരിച്ചേക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എപ്പോഴും എർത്തിന്റെ ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈസ്റ്റ് വേർഡ് ഡയറക്ഷന് ഇക്വേറ്റർ നടത്തുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ലോഞ്ച് ചെയ്യുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ തന്നെ സ്പേസ് നമ്മൾ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കാണാൻ ഒരു ഈസ്റ്റേൺ കോസ്റ്റിലാണ്, ഇക്വേറ്ററിനടുത്താണ്, കടലിനടുത്താണോ എന്നൊക്കെ കാണാറുണ്ട്. വൈ ഈസ് ദിസ് ഹാപ്പനിങ്? ബിക്കോസ് ഇതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്നാമത് എർത്തിന്റെ വെലോസിറ്റി, ഓക്കെ, ഈ വെലോസിറ്റിയിൽ നിന്നും നമുക്ക് ചാടിപ്പോണം എന്നാൽ മാത്രമേ നമ്മുടെ റോക്കറ്റിന് പുറത്ത് കിടക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമുക്കറിയാവുന്നൊരു കാര്യം, ഒരു ഇനീഷ്യൽ ബൂസ്റ്റ് നമ്മുടെ റോക്കറ്റിന് കിട്ടണം. എർത്ത് കറങ്ങുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് നമുക്ക് സാറ്റലൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ ബൂസ്റ്റ് നമ്മുടെ എർത്തിന്റെ സർഫസിനനുസരിച്ചുള്ള ഒരു ഇനീഷ്യൽ ബൂസ്റ്റ്, വെലോസിറ്റി ഓഫ് ദ എർത്ത് സർഫസിനനുസരിച്ചുള്ള ഒരു ഇനീഷ്യൽ ബൂസ്റ്റ് നമുക്ക് കിട്ടും. ഇനി എർത്ത് ഇക്വേറ്ററിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒന്നാമത്തത് ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം ഇനീഷ്യൽ ബൂസ്റ്റ് കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇക്വേറ്ററിന്റെ അടുത്ത് തന്നെ വെക്കണം. എർത്തിന്റെ സർഫസിൽ ഉള്ള എല്ലാ ഒബ്ജക്ട്സും മൂവ് ചെയ്യുന്നത് 1670 കിലോമീറ്റേഴ്സ് പെർ അവർ വെച്ചിട്ടാണ്. അതായത് എർത്തിന്റെ റൊട്ടേഷണൽ വെലോസിറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി നമ്മൾ ഇക്വേറ്ററിന്റെ അടുത്ത് നിന്ന് തന്നെ ഇത് ലോഞ്ച് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഈസ്റ്റ് കോസ്റ്റിൽ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈസ്റ്റ് സൈഡ് ഒരു കോസ്റ്റ് ലൈനിലാണോ നമ്മൾ എപ്പോഴും ലോഞ്ചിങ് സ്റ്റേഷൻസ് വെക്കുന്നത്. സോ ഇൻ കേസ് ഒരു ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആ സാറ്റലൈറ്റ് നേരെ ഈ ലാൻഡ് മാസ് ഏരിയാസിലൊന്നും വീഴാതെ അത് ഓഷ്യനിൽ തന്നെ വന്ന് പതിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്റ്റ് കോസ്റ്റിൽ വെച്ചിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ലോഞ്ച് പാഡ്സ് അല്ലെങ്കിൽ ലോഞ്ച് സ്റ്റേഷൻസ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അടുത്തായിട്ട് ISROന്റെ രണ്ടാമത്തെ ഒരു സ്പേസ് പോർട്ട് വരുന്നുണ്ട്. അത് വരുന്നത് കുലശേഖര പട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു സ്പേസ് സ്റ്റേഷൻ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഈവൻ ദോ അത് ഈസ്റ്റേൺ കോസ്റ്റിലാണെങ്കിൽ പോലും നമ്മുടെ ശ്രീലങ്ക താഴെയുണ്ട്. അപ്പം ദർ ഇസ് എ പോസിബിലിറ്റി ശ്രീലങ്കയിൽ ഇത് വന്ന് വീഴാൻ, ലാൻഡ് മാസിലേക്ക് വീഴാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇഫ് ദർ ഇസ് എ ഫെയിലിയർ. സോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ലാൻഡ് മാസ് വഴി ഇങ്ങനെ ഇതിനൊരു ഡോഗ് ലെഗ് മെന്യൂർ എന്ന് പറയും. ഇപ്പം ഈ ശ്രീലങ്ക വഴി പോകുന്ന സമയത്ത് ഒരു ചെറിയ ടേൺ എടുക്കേണ്ട ആവശ്യം ഈ റോക്കറ്റിനുണ്ട്. അപ്പം നമ്മൾ ഈ റോക്കറ്റ് ഇത്രയും ടേൺ എടുക്കുന്ന സമയത്ത് അത്രയും ഫ്യൂവൽ ലോസ് വരുന്നുണ്ട്. സോ ഇത് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ്ലി നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂറ്റിക്കോറിനടുത്തുള്ള കുലശേഖര പട്ടണത്തിൽ നിന്നും ലോഞ്ച് പാഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതുവഴി നമുക്ക് റോക്കറ്റ്സ് കുറച്ചുകൂടി ഈസിലി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. 2 ഓർബിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഒന്നിനെ നമ്മൾ പാർക്കിംഗ് ഓർബിറ്റ് എന്ന് വിളിക്കും, രണ്ടാമത്തേതിനെ ടെമ്പററി ഓർബിറ്റ് എന്ന് വിളിക്കും. വെൻ വി ടോക്ക് അബൌട്ട് പാർക്കിംഗ് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഓർബിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ഡിസൈഡ് ഓർബിറ്റിലേക്ക് നമുക്ക് എത്തുന്നതിന് മുമ്പേ ഒരു സാറ്റലൈറ്റ് പല ഓർബിറ്റുകൾ കടന്നല്ലേ എത്തുക. അങ്ങനത്തെ ടെമ്പററി ഓർബിറ്റ്സിനെയാണ് നമ്മൾ പാർക്കിംഗ് ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഗ്രേവ്യാർഡ് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ അറൌണ്ട് ഒരു 36,050 കിലോമീറ്റർ എബവ് ദ എർത്ത് സർഫസിൽ ഈ ഡീഫങ്ഷണൽ ആയിട്ടുള്ള എല്ലാ സാറ്റലൈറ്റ്സും കൂടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ 36,050 കിലോമീറ്ററിനപ്പുറത്ത് ഒരു ഓർബിറ്റിൽ നമ്മൾ ഈ ഡീഫങ്ഷണൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്സിനൊക്കെ കൊണ്ടിടും. ഈ ഡീഫങ്ഷണൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ഒക്കെ ഇരിക്കുന്ന ആ ഓർബിറ്റിനെയാണ് നമ്മൾ ഗ്രേവ്യാർഡ് ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ പിക്ചറിൽ കാണുന്നത് പോലെയായിരിക്കും ഗ്രേവ്യാർഡ് ഓർബിറ്റ് ഉണ്ടാവുക. എർത്ത് ഓർബിറ്റും ലോ എർത്ത് ഓർബിറ്റും പറഞ്ഞു. ഇനി അടുത്ത ഓർബിറ്റാണ് മീഡിയം എർത്ത് ഓർബിറ്റ്. മീഡിയം എർത്ത് ഓർബിറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ, ഇത് ലോ എർത്ത് ഓർബിറ്റിനും ഹൈ എർത്ത് ഓർബിറ്റിനും നടുവിലാണ് ഈ മീഡിയം എർത്ത് ഓർബിറ്റ് ഇരിക്കുന്നത്. ഇതിലൊരു ബെൽറ്റ് ഉണ്ട്, അതിന്റെ പേരാണ് വാൽ അലൻ റേഡിയേഷൻ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബെൽറ്റ് ഉണ്ട്. ഈ ബെൽറ്റ് കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ സാറ്റലൈറ്റ്സ് ഒന്നും എല്ലാ സാറ്റലൈറ്റ്സ് ഒന്നും അവിടെ വെക്കാൻ വേണ്ടി പറ്റില്ല. ബട്ട് ഈവൻ ദോ ചില ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ്സ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മീഡിയം എർത്ത് ഓർബിറ്റിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഗ്ലോബൽ പൊസിഷനിങ് സാറ്റലൈറ്റ്, അതായത് GPS, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ GPS, അതുപോലെ തന്നെ റഷ്യയുടെ ഗ്ലോണാസ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് ഉണ്ട്. അതുപോലെ ചൈനയുടെ ബെയ്ഡോഗ് എന്ന് പറയുന്ന നാവിഗേഷൻ സാറ്റലൈറ്റും യൂറോപ്യൻ യൂണിയന്റെ ഗലീലിയോ എന്ന് പറയുന്ന നാവിഗേഷൻ സാറ്റലൈറ്റും വെച്ചിരിക്കുന്നത് മീഡിയം എർത്ത് ഓർബിറ്റിലാണെന്നുള്ളത് മനസ്സിലാക്കുക. സാറ്റലൈറ്റ് ബേസ്ഡ് ഓഗ്മെന്റേഷൻ സിസ്റ്റം എന്താണെന്നാണ്. സാറ്റലൈറ്റ് ബേസ്ഡ് ഓഗ്മെന്റേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഗ്മെന്റേഷൻ എന്നതിന്റെ അർത്ഥം ഇപ്പോൾ ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഡിസൈഡ് ആയ രീതിയിൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് ഓഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. സോ ഓഗ്മെന്റേഷൻ ഓഫ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ നാവിഗേഷൻ സിസ്റ്റത്തിനെ നമുക്ക് വേണ്ട രീതിയിൽ അക്യൂറസിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിന് ഇംപ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓഗ്മെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുറച്ച് ഓഗ്മെന്റേഷൻ സിസ്റ്റംസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ജപ്പാന്റെ ക്വാസി ജെനിത്ത് സാറ്റലൈറ്റ് സിസ്റ്റമാണ്. ഇത് നമ്മുടെ US-ന്റെ GPS ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓഗ്മെന്റേഷൻ സിസ്റ്റമാണ്. ഇത് കുറച്ചുകൂടെ അവരുടെ ആക്യുറസി ഓഫ് GPS-ന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ GPS എനേബിൾ ചെയ്തിട്ട് ഇന്ത്യയുടെ ഒന്നുണ്ട്, അതാണ് ജിയോ ഓഗ്മെന്റഡ് നാവിഗേഷൻ ഗഗൻ എന്ന് പറയുന്നത്. ഇത് ISROയും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ബേസ് ചെയ്തിട്ടാണ് ജോയിന്റ്ലിയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗഗന്റെ ബേസിസ് തന്നെ ഉള്ള ഒരു മാരിടൈം ഇൻസ്ട്രുമെന്റ് ഫോർ നാവിഗേഷൻ ആൻഡ് ഇൻഫർമേഷൻ ആണ് ജെമിനി എന്ന് പറയുന്നത്. ഇതൊരു റിസീവറാണ്, ഒരു പോർട്ടബിൾ റിസീവറാണ്. ISRO സാറ്റലൈറ്റുമായിട്ടാണ് ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫിഷർമാൻസിന് നമ്മുടെ സിഗ്നലിന്റെ ഔട്ട്സൈഡ് ആണെങ്കിലും റേഞ്ച് ഇല്ലെങ്കിലും അവർക്ക് വാർണിംഗ്സും അലേർട്സും ഒക്കെ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് കിട്ടും.
സോ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും കൂടെ ചേർത്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഗൂഗിൾ മാപ്സ് പോലെ ഇന്ത്യയുടെ ഒരു വേർഷൻ ഓഫ് ഗൂഗിൾ മാപ്പ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഭുവൻ എന്ന് വിളിക്കുന്നത്. ഇപ്പം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ലാപ്ടോപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഭുവൻ ഒന്ന് പോയി സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഭുവൻ എന്ന് പറയുന്ന ഗൂഗിൾ മാപ്സ് പോലെ തന്നെയുള്ള ഇന്ത്യൻ വേർഷൻ ഓഫ് മാപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. ഇത് 2D 3Dയിൽ എർത്തിന്റെ സർഫസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സാറ്റലൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ലോഞ്ചിങ് നടക്കുന്നത്, അതായത് റോക്കറ്റ്സിനെ കുറിച്ചും ലോഞ്ച് വെഹിക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് ബേസിക്സ് മനസ്സിലാക്കാനുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒന്നാണ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്നുള്ളത്. സോ പലതരം പ്രൊപ്പൽഷൻ സിസ്റ്റംസ് ഉണ്ട്. അതായത് സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ക്രയോജനിക് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേതാണ് സോളിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോളിഡ് ഫ്യൂവൽ ആയിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് അലൂമിനിയം പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിലി നമുക്കിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അലൂമിനിയം പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഹൈ സ്പീഡ് എത്താനും പെട്ടെന്ന് നമുക്ക് റോക്കറ്റ് ഹൈ സ്പീഡിൽ റോക്കറ്റ് ലോഞ്ച് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. ഇതാണ് സോളിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം. ഞാൻ ഇവിടെ ഒരു പിക്ചർ സോളിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന് കൊടുത്തിട്ടുണ്ട്. ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി അടുത്തത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഹൈഡ്രോ കാർബൺസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ സ്റ്റോറേജ് ഇത്തിരി ഡിഫിക്കൽട്ടും സിസ്റ്റം കുറച്ച് കോംപ്ലക്സും ആണ്. പക്ഷെ നമുക്കിത് കൺട്രോൾ ചെയ്യാം. ഇതിന് 2 വാൽവുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ എത്ര യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് ക്രയോജനിക് എഞ്ചിനാണ്. ക്രയോജനിക് എഞ്ചിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ കുറച്ച് പ്രൊപ്പലൻസ് ഭയങ്കര ലോവർ ടെമ്പറേച്ചറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരുപാട് കിലോമീറ്റേഴ്സിലേക്ക് കുറച്ചുകൂടെ നല്ല ത്രസ്റ്റ് ഇത് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള പേലോഡുള്ള സാധനങ്ങളെ ഹയർ ഓർബിറ്റിലേക്ക്, ഫോർ ആൻ എക്സാമ്പിൾ ഇപ്പോൾ ഹയർ ഓർബിറ്റിലേക്കൊക്കെ നമുക്ക് കുറച്ച് ലോഡുള്ള സാധനത്തിന് എത്തിക്കണമെങ്കിൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന ക്രയോജനിക് എഞ്ചിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ പലതരം ലോഞ്ച് വെഹിക്കിൾസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത ലോഞ്ച് വെഹിക്കിൾ ആണ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SLV എന്ന് വിളിക്കും. ഇത് ആദ്യമായിട്ട് ISRO ഉണ്ടാക്കിയ റോക്കറ്റ് ആണ് SLV റോക്കറ്റ്സ്. ഇതൊരു ഇന്ത്യയുടെ ഒരു ഫസ്റ്റ് എക്സ്പെരിമെന്റൽ ലോഞ്ച് സാറ്റലൈറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ സാറ്റലൈറ്റിന് 4 സ്റ്റേജസ് ആണ് ഉള്ളത്. സോ 4 സ്റ്റേജസിലും നമ്മൾ സോളിഡ് പ്രൊപ്പല്ലന്റ്, അത് ഫോർ ആൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ അലൂമിനിയം പോലത്തെ ഒരു സോളിഡ് പ്രൊപ്പല്ലന്റാണ് 4 സ്റ്റേജസിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ പേലോഡ് കപ്പാസിറ്റി, അതായത് ഇനീഷ്യൽ എത്ര വെയിറ്റ് ഇതിന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു 40 കിലോഗ്രാം വെയിറ്റ് ഒക്കെ ഇതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തതാണ് ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതായത് SLVനെ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ കൊണ്ടുവന്നത്. ഇതിനെ ASLV എന്ന് വിളിക്കും. ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് 4 സ്റ്റേജസ് തന്നെയാണ്. 4 സ്റ്റേജിൽ നമ്മൾ സോളിഡ് പ്രൊപ്പലൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ചുകൂടെ പേലോഡ് കൊണ്ടുപോകാം. അതായത് ഒരു 150 കിലോഗ്രാംസ് വരെയൊക്കെ ഇതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളത് ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി അടുത്തതാണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ PSLV എന്ന് പറയുന്നത്. PSLV ISROയുടെ ആക്ച്വലി ഒരു മെയിൻ റോക്കറ്റ് ആണ്. എവർ സിൻസ് ഇത് ഉണ്ടാക്കിയത് മുതൽ PSLV നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇത് ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഒരു ലോഞ്ച് വെഹിക്കിളും കൂടെയാണ്. ഈ ലോഞ്ച് വെഹിക്കിൾ നമുക്ക് 1750 കിലോഗ്രാംസ് വരെ ഭാരം നമുക്ക് ഈ ഹെവി പേലോഡ് കപ്പാസിറ്റി ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇത് ലോവർ ഓർബിറ്റിലേക്കാണ് നമുക്ക് സാറ്റലൈറ്റ്സ് ഈ ഒരു ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇതിനും 4 സ്റ്റേജസ് ഉണ്ട്. ഇതിൽ 4 സ്റ്റേജസ് ഉണ്ട്. നമ്മൾ ഒരു സ്റ്റേജിൽ സോളിഡ്, അത് കഴിഞ്ഞാൽ ലിക്വിഡ്, പിന്നെ സോളിഡ് ലിക്വിഡ്, അതായത് ഓൾട്ടർനേറ്റീവ്ലി ആണ് നമ്മളിവിടെ പ്രൊപ്പല്ലൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ PSLV ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത കുറച്ച് വെഹിക്കിൾസിന്റെ പേര് പറയാം. ഒന്നാമത്തേതാണ് ചന്ദ്രയാൻ 1, രണ്ടാമത്തേത് മാർസ് ഓർബിറ്റ് മിഷൻ, അതുപോലെ തന്നെ IRNSS, പിന്നെ ആസ്ട്രോസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാറ്റലൈറ്റ്സ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ലോഞ്ച് വെഹിക്കിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇനി അടുത്തതാണ് ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ GSLV എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് പവർഫുൾ റോക്കറ്റ് ആണ്. ഇത് ഹെവിയർ പേലോഡ്സ് കപ്പാസിറ്റി ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹയർ ഓർബിറ്റിലേക്കൊക്കെ കൊണ്ടുപോകാൻ GSLV ആണ് നമ്മൾ കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ എളുപ്പം. ആൻഡ് ഇറ്റ് ഇസ് വെരി എഫക്റ്റീവ് ടു. ഇനി നമ്മൾ ഇത് ലോവർ ഓർബിറ്റിലേക്ക് നമ്മൾ 5000 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് ലോവർ ഓർബിറ്റിലേക്ക്
ഈ പറഞ്ഞിരിക്കുന്ന GSLV ഉപയോഗിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇനി GSLVയുടെ കേസ് പറയുകയാണെങ്കിൽ 3 സ്റ്റേജസ് ആണ് GSLVക്കുള്ളൂ. അതിൽ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ സോളിഡ് പ്രൊപ്പല്ലന്റ് ആണ് ഉപയോഗിക്കുന്നത്, രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ലിക്വിഡ് പ്രൊപ്പല്ലന്റ് ആണ് ഉപയോഗിക്കുന്നത്, മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ക്രയോജനിക് സ്റ്റേജ് ആയിട്ടാണ് അതിനെ കാണുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോയ സാറോന് ഈ പറഞ്ഞ GSLVക്ക് ഒരു പുതിയ വേർഷൻ ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് GSLV Mark 3. എല്ലാവരും ഏകദേശം കേട്ടിട്ടുണ്ടാകും. ഇതെന്ന് പറയുന്നത് സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു GSLV സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. GSLV Mark 3 എന്ന് പറയുന്നത്. വേറൊരു തരം സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉണ്ട്, അതാണ് SSLV, അതായത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ചെറിയ നമ്മുടെ മൈക്രോ സാറ്റലൈറ്റ്സിനൊക്കെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിന് അറൗണ്ട് ഒരു കപ്പാസിറ്റി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 500 കിലോഗ്രാം ഒക്കെയാണ് ഇതിന്റെ കപ്പാസിറ്റി ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിന് 3 സ്റ്റേജസ് ആണുള്ളത്. ഈ 3 സ്റ്റേജസിലും നമ്മൾ ഉപയോഗിക്കുന്നത് സോളിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിങ് വെഹിക്കിൾസിന് ചില റീയൂസബിൾ ആയിട്ട് ലോഞ്ച് വെഹിക്കിൾസിനെ കൊണ്ടുവരാനൊക്കെ പറ്റും. അങ്ങനെ ISRO എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന്റെ പേരാണ് പുഷ്പക് എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട് പുഷ്പകിന്റെ. അത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന പാർഷ്യലി റീയൂസബിൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ ആണ്. ഇത് ലോഞ്ചിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ലോഞ്ച് വെഹിക്കിളിന്റെ പകുതി ഭാഗങ്ങൾ, റീയൂസബിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് തന്നെ വന്നിട്ട് ലോഞ്ച് ചെയ്ത സ്ഥലത്ത് വന്ന് നിൽക്കും. യു മേ ബി സീൻ ദാറ്റ് ഇൻ വീഡിയോസ്. അപ്പം അത് ഒരു എക്സാമ്പിൾ ആണ്. ഫാൽക്കൺ 9 എന്നാണ് അതിന്റെ പേര്. ഇനി നമ്മൾ സ്പേസ് ഷട്ടിലിനെ കുറിച്ച് പറയാം. ഇനി പറയാൻ പോകുന്നത് നമ്മളൊരു ലോഞ്ച് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ലോഞ്ച് വെഹിക്കിളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു പോർഷൻ നമ്മൾ എക്സ്റ്റേണൽ ടാങ്ക് എന്ന് വിളിക്കും. ഇനി 2 സൈഡിൽ കാണുന്നതിനെയാണ് സോളിഡ് റോക്കറ്റ് ബൂസ്റ്റേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഓർബിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഏറ്റവും മുകളിലത്തെ ഈ പറഞ്ഞിരിക്കുന്ന എയർക്രാഫ്റ്റിന് ഏറ്റവും മുകളിലുള്ള ഒരു സാധനമാണ് സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്നത്. ഈ സ്പേസ് ഷട്ടിലാണ് നമ്മുടെ ആസ്ട്രോനോട്ട്സ് ഒക്കെ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഇസ് ബേസിക്കലി ബേസ്ഡ് ഓൺ ഇന്ത്യയുമായി അനുബന്ധപ്പെട്ട ISRO ആയിട്ട് അനുബന്ധപ്പെട്ട അതിന്റെ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ട് 1962 ഇൻകോസ്പാർ അഥവാ ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ വിക്രം സാരാഭായിയുടെയും അതുപോലെ തന്നെ കൽപ്പാത്തി രാമകൃഷ്ണ രാമനാഥന്റെയും ലീഡർഷിപ്പിലായിരുന്നു ഇൻകോസ്പാറിന്റെ ജനനം. ഇനി നമ്മളൊരു ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും മുകളിലിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്റർ താഴെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് വർക്ക് ചെയ്യുന്നു. ഇനി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് നമുക്ക് 4 രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നിന് നമ്മൾ ഓട്ടോണോമസ് ബോഡീസ് എന്ന് വിളിക്കും, രണ്ടാമത്തെ ISRO, മൂന്നാമത്തത് ഇൻസ്പേസും, പിന്നെ വരുന്നത് CPSEസും ആണ്. ഇപ്പൊ ഇതില് ഓട്ടോണമസ് ബോഡീസിൽ വരുന്നതാണ് PRL എന്ന് വെച്ചാൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് പറയും. NARL അതായത് നാഷണൽ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ലബോറട്ടറി, പിന്നെ NESAC എന്ന് പറയും, അതായത് നോർത്ത് ഈസ്റ്റേൺ സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ, പിന്നെ IIST അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ഈ ഓട്ടോണോമസ് ബോഡീസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി ISROന്റെ അണ്ടറിൽ വരുന്ന ISRO കൗൺസിൽ ഉണ്ട്. അതിന് അണ്ടറിൽ വരുന്നതാണ് VSSCs അതായത് വിക്രം സാരാഭായ് സ്പേസ് സ്റ്റേഷൻ, പിന്നെ അതുപോലെ തന്നെ LPSC അതായത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, പിന്നെ SDSC സതീഷ് ധവാൻ സ്പേസ് സെന്റർ, URSC UR റാവു സാറ്റലൈറ്റ് സെന്റർ, SAC സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ, NRSC നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, HSFC ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ, ആൻഡ് IPRC ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സ്, ആൻഡ് IISU ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ്, ISTRAC ISRO Telemetry Tracking and Command Network, MCF Master Control Facility, DUCU Development and Educational Communication Unit, LEOS Laboratory for Electro-Optic System, IRRS ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്. ഇത്രയും ISROയുടെ അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പാർട്സ് ആണ്. ഇനി ഞാൻ പറഞ്ഞിരിക്കുന്ന ഒന്നാണ് ഇൻസ്പേസും അതുപോലെ തന്നെ CPSEs. അതിൽ അന്ത്രിക്സ് ആൻഡ് NSIL ഒക്കെ വരുന്നുണ്ട്. സോ ഇൻസ്പേസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇനി പറയാനുള്ളത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ISRO സ്പേസ് പ്രൈവറ്റ് സെക്ടറിനും കൂടെ ഓപ്പൺ ചെയ്ത്
ഒരു ഇതിനാണ് നമ്മൾ ഇൻസ്പേസ് എന്ന് പറയുന്ന, സോ ദാറ്റ് പ്രൈവറ്റ് മിഷൻസിനും കൂടെ കുറച്ചുകൂടെ സ്പേസ് എക്സ്പ്ലോറേഷനും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്പേസ് വർക്ക് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ഇത് പ്രൈവറ്റ് സെക്ടറിനും കൂടെ എന്ന് വെച്ചാൽ ഗ്ലോബൽ ഗ്രോത്തിനും എക്കണോമിക് ഗ്രോത്ത് ബേസിക്കലി ഓൺടർപ്രണർഷിപ്പിനും അതുപോലെ തന്നെ ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കുറച്ചുകൂടെ നടക്കാനും കപ്പാസിറ്റി ഷെയർ ചെയ്യാനും സൈബർ സെക്യൂരിറ്റീനും ഒക്കെ നമുക്കിത് ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് NSIL ഉണ്ട്. അത് ബേസിക്കലി എന്ന് പറയുന്നത് ISROയുടെ കൊമേഴ്ഷ്യൽ ആമാണ് ഈ പറഞ്ഞിരിക്കുന്ന NSIL എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് അണ്ടറിലാണ്, DOS, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് അണ്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബാംഗ്ലൂർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ മിഷൻ ചോദിക്കുവാണെങ്കിൽ അമസോണിയ 1 അല്ലെങ്കിൽ PSLV C51 എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് ഇതിന്റെ ബേസിൽ നടന്നിരിക്കുന്നത്. ഇനി NSIL ISRO നിന്നും എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കൊമേഴ്ഷ്യൽ ആമായിട്ടുള്ള ആന്ത്രിക്സ് ആണ്. ആന്ത്രിക്സ് എന്ന് പറയുന്നത് ഫോറിൻ കസ്റ്റമേഴ്സിന് ഇപ്പം എന്തെങ്കിലും ISROയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ലോഞ്ച് വെഹിക്കിൾസിന്റെയോ സാറ്റലൈറ്റ്സിന്റെയോ ഡീൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ആന്ത്രിക്സിലാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ലാസ്റ്റ് ടോപ്പിക് ഇസ് അബൌട്ട് പാസ്റ്റ്, ഫ്യൂച്ചർ ആൻഡ് പ്രസന്റ് ഓഫ് ISRO ആണ്. ഓക്കെ, അപ്പൊ അതിന് മിഷൻസിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. 1969 ആണ് നമ്മുടെ ഒറിജിനലി ISRO ഒഫീഷ്യലി സെറ്റപ്പ് ആവുന്നത്. പിന്നെ അതിനുശേഷം 1971 ശ്രീഹരിക്കോട്ട, അതായത് ഇപ്പോഴത്തെ സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷണലൈസ്ഡ് ആയി മാറുന്നു. പിന്നീട് അങ്ങോട്ട് 1975 ആയപ്പോൾ നമ്മൾ ISROയുടെ ഫസ്റ്റ് സാറ്റലൈറ്റ് ഉള്ള ആര്യഭട്ട ലോഞ്ച് ചെയ്യാണ്. പിന്നീട് അങ്ങോട്ട് 1977 നമ്മൾ സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ എക്സ്പെരിമെന്റ് പ്രോജക്ട്സ് ഒക്കെ നടത്തുന്നുണ്ട്. അത് നമുക്ക് അങ്ങനെയാണ് TVs ഒക്കെ വില്ലേജസിലും അങ്ങനെയൊക്കെ വരാനൊക്കെ തുടങ്ങിയത് ഈ ഇതിൻ്റെ ഒരു ബേസിസിലായിരുന്നു. പിന്നീട് 1980 നമ്മൾ 1979 ഭാസ്കര 1ഉം അതുപോലെ തന്നെ നമ്മൾ SLV-3 ഫസ്റ്റ് ലോഞ്ചർ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 1980 ജൂലൈ 18 നമ്മൾ SLV-3 രോഹിണി സാറ്റലൈറ്റ് ഓർബിറ്റിൽ പ്ലേസ് ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ 1981 ആപ്പിൾ എന്ന് പറയുന്ന ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഓഫ് ISRO ലോഞ്ച് ചെയ്യപ്പെടുന്നു. 1982 നമ്മുടെ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം INSAT-1 ലോഞ്ച് ചെയ്യുകയാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ 1987 നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ASLV ലോഞ്ച് ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ 1988 ആദ്യത്തെ ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആയിട്ടുള്ള IRS-1 സ്പൈസാറ്റ് ലോഞ്ച് ചെയ്തു. 2000 നമ്മൾ GSLV നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നീട് നമ്മൾ 2008 നമ്മൾ ISRO ചന്ദ്രയാൻ 1 ലൂണാർ മിഷൻ ലോഞ്ച് ചെയ്യുന്നു. പിന്നെ 2013 നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇന്റർപ്ലാനറ്ററി മിഷൻ ആയിട്ടുള്ള മാസ് ഓർബിറ്റർ മിഷൻ MOM നമ്മൾ നടത്തുന്നുണ്ട്. പിന്നീട് നമ്മൾ 2014 ആ MOM മാർഷ്യൻ ഓർബിറ്റിൽ എൻ്റർ ചെയ്യുകയാണ്. പിന്നീട് 2018 GSLV-M Mark 3 അത് ഓപ്പറേഷനിലായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടുന്നു. 2019 നമ്മൾ ചന്ദ്രയാൻ 2 ലോഞ്ച് ചെയ്യുകയാണ് ബൈ യൂസിങ് GSLV Mark 3. പിന്നെ നമ്മൾ 2019 തന്നെ വിക്രം, അതായത് ചന്ദ്രയാൻ 2 ഒരു ലാൻഡർ വഴി നമ്മൾ മൂണിൽ ലാൻഡ് ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ 2020 നമ്മൾ എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞിട്ട് കോസ്മിക് റേഡിയേഷൻസിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടുത്ത മിഷൻ ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ 2021 ആദിത്യ എന്ന് പറയുന്ന സണ്ണിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടൊരു മിഷൻ വെച്ചു. പിന്നെ 2022 നമ്മൾ ഗഗൻയാൻ മിഷൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു സമയത്താണ്. പിന്നെ നമ്മൾ 2022 സെക്കൻഡ് മാസ് മിഷന്റെ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. 2023 വീനസിലേക്കുള്ള മിഷനാണ്. 2024 നമ്മൾ ലൂണാർ എക്സ്പ്ലോറേഷൻ, നമ്മൾ ജപ്പാനുമായിട്ടൊരു ജോയിന്റ് ലൂണാർ എക്സ്പ്ലോറേഷൻ നമ്മൾ തീരുമാനിക്കുന്നു. ഇനി 2028 നമ്മൾ എക്സോ വേൾഡ് മിഷൻ എന്ന് പറയുന്ന നമ്മുടെ സോളാർ സിസ്റ്റത്തിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ സ്റ്റഡീസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ നമ്മൾ അംബീഷ്യസ് ആയിട്ട് മുന്നോട്ട് കാണുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഫ്യൂച്ചർ, നമ്മൾ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ISRO എന്ന് പറയുന്നത്. സോ ഇതോടുകൂടെ സ്പേസ് ടെക്നോളജിയെ കുറിച്ചുള്ള എൻ്റെ ഒരു വീഡിയോ കംപ്ലീറ്റ് കഴിയുകയാണ്. ആൻഡ് ഐ ഡെഫിനറ്റ്ലി ഫീൽ ദാറ്റ് ഇത്
നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം, ഞാനൊരു അറൗണ്ട് ഒരു മണിക്കൂറിനടുത്ത് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ ഡെഫിനറ്റ്ലി വിശ്വസിക്കുന്നു. ആൻഡ് ഇതെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയാണ് നമ്മൾ സ്പേസ് ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ ക്ലിയർ അല്ലാത്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് താഴെ ഇനി ഏതെങ്കിലും പുതിയ ടോപ്പിക്സ് ഞാൻ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് എൻ്റെ താഴെ കമൻറ്റ് ചെയ്യൂ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്പേസ് ടെക്നോളജി. സോ നെക്സ്റ്റ് ഞാൻ അടുത്ത ഒരു ടോപ്പിക് എസ്പെഷ്യലി അബൌട്ട് ഞാൻ ഇതേപോലെ തന്നെ സ്റ്റാർസിനെയും സെലസ്റ്റൽ ബോഡീസിനെ കുറിച്ചൊക്കെ ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ. സോ അൺടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. So this is bye from Malavika. Thank you so much for watching. Bye.